Students, good morning and welcome back to Academic Writing, your common English paper. In the last class, we studied steps in planning an essay. Steps in planning an essay. അപ്പോൾ ഒരു എസ്സേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രീ റൈറ്റിംഗ് സ്റ്റേജ് ഉണ്ടാവും, റൈറ്റിംഗ് സ്റ്റേജ് ഉണ്ടാവും, റിവൈസിങ് സ്റ്റേജ് ഉണ്ടാവും അല്ലേ. ഇതാണ് ഒരു എസ്സേ പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്ലാന്. അപ്പോൾ പ്രീ റൈറ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്. പ്രീ റൈറ്റിംഗ് സ്റ്റേജിൽ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദ പർപ്പസ് ആൻഡ് ഓഡിയൻസിനും മറ്റേ എന്താണ് അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കണം. പിന്നെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അത് പ്രീ റൈറ്റിംഗ് സ്റ്റേജിൽ വരുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ്. ദിസ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ബ്രെയിൻ സ്റ്റോം അറൗണ്ട് ദ കീവേഡ്, മേക്ക് ലിസ്റ്റ് ഓഫ് കീവേഡ്സ്, സബ്ഡിവൈഡ് ദ ടോപ്പിക് ഇൻ ടു ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. പിന്നെ ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ് അല്ലേ. ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിൽ എന്താണ്? ലോജിക്കൽ ഓർഡറിങ് ഓഫ് ദി ഐഡിയാസ് ആണ് വരുന്നത്. പിന്നെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യണം, സബ് ടോപ്പിക്സ് തീരുമാനിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് റൈറ്റിംഗ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് ആൻ എസ്സേ. ഇറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഇൻ ആൻ എസ്സേ ആൻഡ് എനേബിൾസ് യുവർ റീഡർ ടു സ്റ്റേ ഫോക്കസ്ഡ്. അപ്പോൾ നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് വരിക എന്നാണ് നമ്മൾ പഠിച്ചത്? ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ് വരിക. ഇൻട്രൊഡക്ഷനിലാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ഇൻട്രൊഡക്ഷനിലാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വരിക. തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു എസ്സേയുടെ ബാക്ക് ബോൺ അല്ലേ. ഇറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഇൻ ദ എസ്സേ ആൻഡ് എനേബിൾസ് യുവർ റീഡർ ടു സേ ഫോക്കസ്ഡ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എസ്സേ വായിക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനാണ് വായിക്കുക. ആ ഇൻട്രൊഡക്ഷന് മനസ്സിലായാൽ മാത്രമേ ആ റീഡർ അവിടെ ഫോക്കസ് ചെയ്ത് നിൽക്കുള്ളൂ അല്ലേ. യൂഷ്വലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓപ്പണിംഗ് പാരഗ്രാഫ്. ഓപ്പണിംഗ് പാരഗ്രാഫിൽ തന്നെയാണ് നമ്മൾ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വെക്കുക. ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അലൗസ് ദ റീഡർ ടു നോ വാട്ട് ദ എസ്സേ ഈസ് എബൌട്ട്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ എന്താണ് ഈ എസ്സേ, എന്തിനെ കുറിച്ചാണെന്നുള്ളത്. ബൈ പ്രസൻറ്റിംഗ് യുവർ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ എസ്സേ യു ആർ അറേഞ്ചിങ് യുവർ എസ്സേ ഇൻ ദ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. നമ്മൾ ഇൻവേർട്ടഡ് ന്യൂസ് എഴുതുന്ന സമയത്തുള്ളതുപോലെ തന്നെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലാണ് ഈ ഒരു തീസിസ് എഴുതുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താണ്? അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് അവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ വേണം എഴുതാനായിട്ട്. ദിസ് ഈസ് ദ കീ ഐഡിയാസ് ഓഫ് യുവർ എസ്സേ ആർ അറേഞ്ച്ഡ് ഇൻ ദ റീഡർ ഓഫ് ദെയർ ഇമ്പോർട്ടൻസ് where more important ideas are followed less important ones. മോർ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ആദ്യം എഴുതണം, പിന്നെ അതിൻ്റെയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള രണ്ടാമത്തേൽ എഴുതണം. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലേ. തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സാമ്പിൾസ്: ഇൻട്രൊഡക്ഷൻ കോഴ്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഓൺ ദ ഫണ്ടമെൻ്റൽ സ്കിൽസ് നെസസറി അറ്റ് ദ tertiary level at the need of the hour, arguably because there is a wide gap in skill expectations in school and college. This essay outlined the guidelines prepared by the Ministry of Health. ഇതൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ്, തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എന്താണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്? Thesis statement is the backbone of the essay. It holds together different sections in an essay. ഇത് പല ഓരോ ഫസ്റ്റ് ഭാഗത്ത് അത് എഴുതിയെങ്കിലും അതിൻ്റെ എലാബറേഷൻ നടക്കുക സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പാരഗ്രാഫുകളിലാണ്. പിന്നെ ഇറ്റ് അലൗസ് ദ റീഡർ വാട്ട് ദ എസ്സേ ഈസ് അബൌട്ട്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെ കുറിച്ചാണ് എസ്സേ എന്നുള്ളത് റീഡർക്ക് മനസ്സിലാക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ആർ ഫോളോഡ് ബൈ ലെസ് ഇമ്പോർട്ടൻ്റ് വൺസ്. ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ആണ് ഫസ്റ്റ് വെക്കുക, പിന്നെ ലെസ് ഇമ്പോർട്ടൻ്റ് വെക്കും. ദ റോൾ ഓഫ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു അനൗൺസ് ദ സബ്ജക്റ്റ്. എന്താണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത? സബ്ജക്റ്റ് അനൗൺസ് ചെയ്യുക തീസിസ് സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ്. റൈറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ദി എസ്സേ. എസ്സേൻ്റെ ടൈപ്പിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുക. എങ്ങനെ ആയിരിക്കണം തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്? ബി ഷോർട്ട്, ക്ലിയർ ആൻഡ് പ്രിസൈസ് അല്ലേ. ഇറ്റ് റിവീൽസ് ദ സ്റ്റാൻഡ് പോയിൻ്റ് ഓഫ് ദി ഓതർ. ഇത് ഓതറിൻ്റെ സ്റ്റാൻഡ് പോയിൻ്റ് ആണ്. ഇറ്റ് എക്സ്പ്രസ് ദ ടോൺ ആൻഡ് പേർപ്പസ് ഓഫ് ദി എസ്സേ. ഇത് ഒരു എസ്സേൻ്റെ ടോണും പർപ്പസുമാണ്. സ്റ്റാർട്ട് വിത്ത് വർക്കിംഗ് തീസിസ് അല്ലേ. നല്ലൊരു റഫ് തീസീസോട് കൂടി വേണം തുടങ്ങാൻ. വേർഡിംഗ് മേ ബി ചേഞ്ച്ഡ് ലേറ്റർ ഓൺ. അവോയ്ഡ് ഹൈലി ജഡ്ജ്മെൻ്റൽ, വാഗ്, ബ്രോഡ്, ഡോഗ്മാറ്റിക്, കാറ്റഗോറിക്കൽ ആൻഡ് ഓവർ സ്റ്റേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യം ഒഴിവാക്കണം.
An announcement cannot be treated as thesis statement. One or two sentences in length. The factual statement do not qualify to become thesis statement. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഫാക്ച്വൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ക്വാളിഫൈ ചെയ്യൂല തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ് അല്ലേ. ദിസ് എസ്സേ ഔട്ട്ലൈൻസ് ദ ഗൈഡ് ലൈൻസ് പ്രിപ്പയർഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓൺ ദ പേ സ്ട്രക്ചർ ടു ബി ഓഫേർഡ് ടു ദ പാരാമെഡിക്കൽ സ്റ്റാഫ് ഇൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അല്ലേ, ആൻഡ് ആർഗ്യൂ ദാറ്റ് ദ പാരാമീറ്റേഴ്സ് followed in the preparing the pay structure do not seem to address the existing anomalies. ഇതൊക്കെ ഓരോ എക്സാമ്പിൾസാണ്. പിന്നെ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ദ പ്രസൻറ്റിംഗ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ലെങ്ത്തിലെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ ടോപ്പിക്കിൽ നിന്നാണ് തുടങ്ങുക, ബ്രോഡ് ഐഡിയ അല്ലേ. വെൻ യു ലിമിറ്റ് യുവർ ടോപ്പിക് ടു എ വർക്കബിൾ റേഞ്ച് യു ക്യാൻ സ്റ്റാർട്ട് ഡെവലപ്പിംഗ് യുവർ തീസിസ്. യു ക്യാൻ ഡിറൈവ് യുവർ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ആസ്കിങ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ കീ ആസ്പെക്ട്സ് ഓഫ് യുവർ ടോപ്പിക്. അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വേണം ഈ ഒരു തീസിസ് തിരഞ്ഞെടുക്കാൻ. പിന്നെ അതിൻ്റെ ലെങ്ത്ത് എത്ര വെച്ചാൽ 1 or 2 സെൻറ്റൻസ്. യു ക്യാൻ ഈവൻ ഹാവ് മോർ ദാൻ 1 thesis in an essay. There is no strict rule on the position of your thesis within your introductory paragraph. അതാണ് ശരിക്കും ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ് വേണ്ടിയേ പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് കുറേ സംഭവങ്ങൾ ഉൾപ്പെടുത്താണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വേണമെന്നില്ല. പിന്നെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് റിവീൽസ് ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദി റൈറ്റർ. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഒരു ഓതറിൻ്റെ സ്റ്റാൻഡ് പോയിൻ്റാണ്. അയാളെ ഒപ്പീനിയൻ തന്നെയാണ് അതിൽ വരിക, അയാളെ സ്റ്റാൻഡ് പോയിൻ്റ് അതിലൂടെയാണ് വരിക. യുവർ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് റിവീൽസ് യുവർ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ദ ടോപ്പിക്. നമ്മൾ ആ ടോപ്പിക്ക് ഏത് രീതിയിലാണോ കാണുന്നത് അത് അതിൽ വരും ആ തീസിസിൽ. യുവർ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നീഡ്സ് ടു ബി എക്സ്പ്രസീവ് ഓഫ് ദി ടോൺ ആൻഡ് പേർപ്പസ് ഓഫ് യുവർ എക്സേ. എന്താണ് നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇറ്റ് എക്സ്പ്രസ്സസ് അല്ലേ. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്യും ടോൺ ആൻഡ് പർപ്പസ് ഓഫ് ദി എസ്സേ. ഒരു എസ്സേൻ്റെ ടോണും പർപ്പസും എന്താണ് എക്സ്പ്രസ് ചെയ്യുക ഏതിലൂടെയാണ്, അതിൻ്റെ പർപ്പസ് എസ്സേൻ്റെ പർപ്പസിലൂടെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ യു മേ സ്റ്റാർട്ട് റൈറ്റിംഗ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് യുവർ പേപ്പർ വിത്ത് എ വർക്കിംഗ് തീസിസ്. എ വർക്കിംഗ് തീസിസ് ഈസ് റഫ് ഡ്രാഫ്റ്റ് ഓഫ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ക്യാൻ ബി മോഡിഫൈഡ് ടു സ്യൂട്ട് യുവർ പർപ്പസ് ആൻഡ് ഓഡിയൻസ് ആസ് യു പ്രോഗ്രസ്. എന്താണ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു വർക്കിംഗ് തീസിസിലാവണം, റഫ് ഡ്രാഫ്റ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. വേർഡിങ് മേ ബി ചേഞ്ച് ലേറ്റർ. പിന്നീട് നമുക്ക് വേർഡിങ് മാറ്റിയാലും ഫസ്റ്റ് തുടങ്ങുമ്പോൾ നല്ല ഹൈ ടോണിൽ നല്ല രീതിയിൽ വേണം തുടങ്ങാനായിട്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് എ മിയർ അനൗൺസ്മെൻറ്റ് ഓഫ് ദി ബ്രോഡ് ഏരിയ ഓഫ് ദി എസ്സേ. ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് ആൻ എക്സാമ്പിൾ അനൗൺസ്മെൻറ്റ് വിച്ച് cannot be considered as a thesis. This paper deals with the problems of cyberbullying voiced by young adults. This sentence merely announces the broad area of the study. It does not make any statement to clarify the writer's stand on the subject. ഈ രീതിയിൽ എഴുതരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കരമായിട്ട് ജഡ്ജ്മെൻ്റലായിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക, വേഗമായിട്ടുള്ളത് ഭയങ്കര ബ്രോഡായിട്ട് എഴുതരുത്, കാറ്റഗറൈസ് ചെയ്ത് എഴുതരുത്. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ആളുകൾക്കത് ക്ലിയർ ആവില്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ സെൻറ്റൻസ് ഇൻഡിക്കേറ്റിംഗ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഭയങ്കര വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫാക്റ്റുകളൊക്കെ എഴുതിയാൽ അതും ഒരിക്കലും തീസീസ് ആവില്ല. കാരണം നമുക്ക് താഴേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തെളിയിക്കണമല്ലോ. അപ്പോൾ ഭയങ്കര ഫാക്ച്വലായിട്ട് അങ്ങോട്ട് എഴുതി ഫലിപ്പിക്കരുത് ഇൻട്രൊഡക്ഷനിൽ തന്നെയാണ്. Contain fact, therefore they cannot be used as thesis statement. There are many polluting factories along Ganga. ഭയങ്കര പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതങ്ങോട്ട് എഴുതിയിട്ട് ഇത് തെളിയിക്കാൻ അങ്ങനെ ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ എഴുതിയിട്ട് അത് തെളിയിക്കാനായിട്ട് പോകരുത്. അപ്പോൾ ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ് ഡു നോട്ട് ക്വാളിഫൈ ടു ബിക്കം തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഫാക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആവില്ല എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ് സപ്പോർട്ടിങ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എവിഡൻസ്. അപ്പോൾ മുകളിൽ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്ത സംഭവങ്ങളെ തെളിവുകളാണ് സപ്പോർട്ടിങ്ങിൽ വരുന്നത് അല്ലേ. എവിഡൻസ് മീൻസ് റീസൺ ഫോർ ഹോൾഡിംഗ് ദ വ്യൂ എക്സ്പ്രസ്ഡ് ഇൻ ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താ എവിഡൻസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ് അതിൻ്റെ കാരണം. നമ്മൾ ഈ ഒരു വ്യൂ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ആ തീസീസിൽ, അതിൻ്റെ കുറച്ച് തെളിവുകളാണ് സപ്പോർട്ടിങ് ബോഡി പാരഗ്രാഫിൽ വരേണ്ടത്. എവിഡൻസ് ഇൻ ആൻ അക്കാഡമിക് പേപ്പർ ബേസിക്കലി മീൻസ് എ റീസൺ ഫോർ ഹോൾഡിംഗ് ദ വ്യൂസ് എക്സ്പ്രസ്ഡ് ഇൻ ദ
ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്ത ആ വ്യൂവിൻ്റെ റീസൺ ആണ് എവിഡൻസ് ആയിട്ട് വരേണ്ടത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. And providing supporting details that make the thesis clear and logical. For instance, when you argue that ragging has widespread impact on youth, you are bound to explain why you think so. Evidence also includes explanations, details, examples, quotations from sources, opinion from expert, fact, statistics, illustrations, recounting of the experience and personal observations. ഇതൊക്കെ നമ്മളൊരു സോഴ്സ് ഓഫ് എവിഡൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ ചില ആളുകളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. എന്താണ് അതിൻ്റെ ഫാക്റ്റ്, അതിന് കുറച്ച് കൊട്ടേഷൻസ് കൊടുക്കുക, മറ്റാളുകളോട് ചോദിച്ചിട്ട് അവരുടെ വ്യൂസും ഒപ്പീനിയൻസും ആഡ് ചെയ്യുക, എല്ലാം കൊടുക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഒക്കെ ബോഡി പാരഗ്രാഫ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ദ സോഴ്സ് ഓഫ് എവിഡൻസ് ആർ യൂഷ്വലി കാറ്റഗറൈസ്ഡ് ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി സോഴ്സസ് ആർ ഒറിജിനൽ ഓർ ഫസ്റ്റ് സോഴ്സ്, ലാബ് എക്സ്പെരിമെൻറ്റ്, ടെക്സ്റ്റൽ എക്സ്പെരിമെൻ്റ് ഒക്കെ എക്സെട്ര. അപ്പോൾ ദ സോഴ്സ് ഓഫ് യുവർ നമ്മൾ കുറേ എവിഡൻസ് ഉണ്ടാക്കും. ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്യും. ഏത് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുക? പ്രൈമറി ആൻഡ് സെക്കൻഡറി. നോക്കൂ, ദ സോഴ്സസ് ഓഫ് യുവർ എവിഡൻസ് ആർ യൂഷ്വലി കാറ്റഗറൈസ്ഡ് ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ദ പ്രൈമറി സോഴ്സസ് ആർ ദ ഒറിജിനൽ ഓർ ഫസ്റ്റ് സോഴ്സസ് വിച്ച് യു റെഫർ ഇൻ യുവർ എസ്സേ. ഇഫ് യുവർ എസ്സേ ഈസ് ഓൺ എ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് യു ഹാവ് കണ്ടക്റ്റഡ്, ദ ഔട്ട്കം ഓഫ് യുവർ എക്സ്പെരിമെൻറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് പ്രൈമറി എവിഡൻസ്. നമ്മൾ ഔട്ട്കം, നമ്മളൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് ആണ് എസ്സേ എഴുതാൻ പോകണമെന്നുണ്ടെങ്കിൽ പ്രൈമറി എവിഡൻസ് അതിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് പ്രൈമറി എവിഡൻസ്. ഇഫ് യു ആർ റൈറ്റിംഗ് ആൻ എസ്സേ ഓൺ എ നോവൽ ഓൺ കൊട്ടേഷൻസ് ഫ്രം ദ നോവൽസ് ആർ യുവർ പ്രൈമറി സോഴ്സസ് ആൻഡ് എസ്സേസ് റിട്ടൺ ബൈ അതേഴ്സ് ഓൺ ദ സെയിം നോവൽ ആർ ദ സെക്കൻഡറി സോഴ്സസ്. അപ്പോൾ നമ്മളൊരു എസ്സേ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതാണ്, കൊട്ടേഷൻസ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി സോഴ്സ് ആണ്. വേറെ ആൾ അത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി സോഴ്സ് ആണ്. എവിഡൻസ് ഡ്രോൺ ഫ്രം ദ നെക്സ്റ്റ് ഓഫ് യുവർ സ്റ്റഡി, പോയംസ്, മൂവീസ്, ഡ്രാമാസ്, നോവൽ, സ്റ്റോറീസ് ആർ കാൾഡ് textual evidence. Source other than primary and secondary are referred as tertiary sources. അപ്പോൾ the sources of evidence are usually categorized as primary and secondary. Primary sources എന്ന് പറഞ്ഞത് ഒറിജിനൽ അല്ലെങ്കിൽ ഫസ്റ്റ് സോഴ്സ് ആണ്. കാരണം ലാബ് എക്സ്പെരിമെൻറ്റ്, ടെക്സ്ച്വൽ എവിഡൻസ് എക്സെട്ര ഒക്കെ. പിന്നെ എക്സ്പേർട്ട് ഒപ്പീനിയൻ, ക്രിറ്റിക്കൽ കമൻറ്റ്സ്, റിവ്യൂസ് ആൻഡ് അതർ പ്രീവിയസ് റൈറ്റിംഗ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് സെക്കൻഡറി സോഴ്സസ്. കാരണം വേറെ ആളുടെ അടുത്ത് നിന്നുള്ള ഒപ്പീനിയൻസ്, ക്രിറ്റിക്കൽ കമൻറ്റ്സ്, റിവ്യൂസ് ഇതൊക്കെ ഒരു രണ്ടാം കിടയാണ്. മറ്റേതൊക്കെ ഫാക്റ്റാണ്. ലാബ് എക്സ്പെരിമെൻറ്റ്, ടെക്സ്ച്വൽ എവിഡൻസ് ഒക്കെ മറ്റേതൊക്കെ സെക്കൻഡറി ആണ്. സ്കോളർലി ജേണൽ, ബുക്സ്, റിവ്യൂസ്, മാഗസിൻസ്, ഇൻ്റർവ്യൂസ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് എക്സെട്ര. കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, പേഴ്സണൽ വെബ്സൈറ്റ് എക്സെട്ര കനോട്ട് ബി കൺസിഡർഡ് ആസ് ഒതൻറ്റിക് സോഴ്സസ്. പിന്നെ കൊമേഴ്ഷ്യൽ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയാസിനെയും പേഴ്സണൽ വെബ്സൈറ്റിനെയൊന്നും ഒരിക്കലും ഒതൻറ്റിക് സോഴ്സസ് ആയിട്ട് കണക്കാക്കാറില്ല അല്ലേ. In order to present your thesis in a convincing manner, you may require ample evidence to support the thesis statement. അപ്പോൾ എന്താണ്, നമ്മളൊരു തീസീസ് അവിടെ കൺവിൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സപ്പോർട്ട് ചെയ്യാനുള്ള തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം അല്ലേ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ വേറെ ഈ കാര്യങ്ങൾ തന്നെയാണ്. സ്കോളർലി ജേർണൽസ്, ഓൺലൈൻ ഓഫ്ലൈന്, ബുക്ക്, സ്കോളർലി എസ്സേയ്സ്, ഇൻ്റർവ്യൂസ് പബ്ലിഷ്, ന്യൂസ് പേപ്പർ, മാഗസിൻസ്, ഡിസർട്ടേഷൻസ് ആൻഡ് പ്രോജക്റ്റ് വർക്ക് ഫ്രം യൂണിവേഴ്സിറ്റി ലൈബ്രറീസ്, റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ട്രസ്റ്റ് വർത്തി ഏജൻസീസ്, റിവ്യൂസ് പബ്ലിഷ്ഡ് ഇൻ ജേർണൽസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, വീഡിയോസ്, കോൺഫറൻസ് റീഡിങ്സ്, മാഗസിൻ, ന്യൂസ് പേപ്പർ, ഇതൊക്കെ ക്രെഡിബിലിറ്റി ഓഫ് ദ ഓതർ ആൻഡ് സോഴ്സസ് യൂസ്ഡ് ഫോർ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളൊരു വിശ്വാസം അനുസരിച്ചില്ലേ. പക്ഷേ യു ആർ അൺലൈക്ലി ടു ഗെറ്റ് ഒതൻറ്റിക് മെറ്റീരിയൽസ് ഇൻ ദ ഫോളോയിങ് സോഴ്സസ്. പക്ഷേ നമുക്ക് ഒതൻറ്റിക് അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കൊമേഴ്ഷ്യൽ വെബ്സൈറ്റുകളോ, സോഷ്യൽ മീഡിയകളോ, ബ്ലോഗുകളോ, ട്വീറ്റ്സുകളോ, സെൽഫ് പബ്ലിഷ്ഡ് ബുക്കുകളോ, മൊബൈൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളോ ഒന്നും ഒരിക്കലും ഒതൻറ്റിക് അല്ല എന്നാണ് പറഞ്ഞത്. എഡിറ്റബിൾ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഇൻ്റർനെറ്റ് ലൈക്ക് വിക്കിപീഡിയ, ഇതൊന്നും ഒതൻറ്റിക് അല്ല. ഇനി റൈറ്റിംഗ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്.
ഒരു എസ്സേ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി എസ്സേ ആണ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി പറയുന്നത്. ഇത് കംപ്ലീറ്റ് വായിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ബിസൈഡ്സ് ഗിവിംഗ് ദ മെയിൻ ഐഡിയാസ് ആൻഡ് ഔട്ട്ലൈൻ ഓഫ് യുവർ എസ്സേ, ദ ഇൻട്രൊഡക്ടറി ഓപ്പണിംഗ് പാരഗ്രാഫ് ഓഫ് ദി എസ്സേ aims at grabbing the attention of your reader and makes a few statements on the background. A simple and direct introduction paragraph serves the following functions. അപ്പോൾ നമുക്ക് ഒരാൾ വായിക്കണോ വായിക്കണ്ടേ തീരുമാനിക്കുക. ഗ്രാബിങ് പറഞ്ഞാൽ പിടിച്ചെടുക്കുക അല്ലേ, റീഡർ അറ്റൻഷൻ പിടിച്ചെടുക്കുക ഇൻട്രൊഡക്ഷനിൽ നിന്നാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒരു ക്യാച്ചി ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൻ്റെ പ്രത്യേകത? ഇൻവൈറ്റ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡർ, റീഡറിൻ്റെ അറ്റൻഷൻ. ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ ചടിച്ചാൽ പിന്നെ നമ്മൾ ആ ബുക്ക് വായിക്കോ? ഇല്ല. അതുകൊണ്ട് റീഡറിൻ്റെ അറ്റൻഷൻ ഇൻവൈറ്റ് ചെയ്യുക ഇൻട്രൊഡക്ഷനാണ്. ഈ വൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അത് അവിടുന്ന് കിട്ടും. പ്രസൻസ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യേ പറഞ്ഞു ഇൻട്രൊഡക്ഷനിലാണ് എന്തുള്ളത്? തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഗീവ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആൻഡ് ഇൻട്രൊഡ്യൂസസ് ദ ടോപ്പിക് അല്ലേ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യലും എവിടുന്നാണ്? ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ്. ഗിവ് പ്ലാൻ ഓഫ് ദി എസ്സേ, നമ്മൾ പ്രൊവൈഡ് ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ഗിവിങ് എ പ്ലാൻ ഓഫ് അവർ എസ്സേ. പിന്നെ റീഡ് ദ ഫോളോയിങ് സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫങ്ഷൻ ഓഫ് ഈച്ച് സെൻറ്റൻസ്. ഇത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ്റെ മോഡൽ തന്നതാണ് കേട്ടോ. പിന്നെ റൈറ്റിംഗ് ബോഡി പാരഗ്രാഫ്. പിന്നെ അടുത്തത് ബോഡി പാരഗ്രാഫ്. പാരഗ്രാഫ് ഇൻ അക്കാഡമിക് വൊക്കാബുലറി റെഫേഴ്സ് ടു എ ബോഡി പാരഗ്രാഫ് ഓർ ദി മെയിൻ പാരഗ്രാഫ് ഓഫ് ദി എസ്സേ. ഈച്ച് പാരഗ്രാഫ് ഇൻ ആൻ എസ്സേ വർക്ക്സ് ലൈക്ക് ലിങ്ക് ഇൻ എ ചെയിൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റ് മാത്രമേ ഞാൻ പറയട്ടോ, പിന്നെ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. പാരഗ്രാഫ് റെഫേഴ്സ് ടു ബോഡി പാരഗ്രാഫ് ഓർ മെയിൻ പാരഗ്രാഫ് ഓഫ് ദി എസ്സേ. ഈച്ച് പാരഗ്രാഫ് ഇൻ ആൻ എസ്സേ വർക്ക്സ് ലൈക്ക് ലിങ്ക് ഇൻ ചെയിൻ. ഓരോ പാരഗ്രാഫ് ലിങ്ക് ആണ്. ഒരു പാരഗ്രാഫിൻ്റെ ബാക്കിയായിരിക്കും. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് റിവീൽ ചെയ്യുക ഒന്നാമത്തെ പാരഗ്രാഫിൽ നിന്ന്, രണ്ടാമത്തേത് സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന്, മൂന്നാമത്തേന്ന്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഈച്ച് പാരഗ്രാഫ് ഇൻ ആൻ എസ്സേ വർക്ക്സ് ലൈക്ക് എ ലിങ്ക് ഇൻ എ ചെയിൻ അല്ലേ. ദ പേർപ്പസ് ഓഫ് ദ പാരഗ്രാഫ് ഈസ് ടു പ്രസൻറ്റ് വൺ സപ്പോർട്ടിംഗ് ഐഡിയ. എന്താണ് ഒരു പാരഗ്രാഫിൻ്റെ പർപ്പസ്? ഓരോ സപ്പോർട്ടിംഗ് ഐഡിയാസും, ഫസ്റ്റ് സപ്പോർട്ടിംഗ് ഐഡിയ ഫസ്റ്റ് പാരഗ്രാഫിലാണ്, സെക്കൻഡ് സപ്പോർട്ടിംഗ് ഐഡിയ സെക്കൻഡ് പാരഗ്രാഫിലാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ദ പേർപ്പസ് ഓഫ് ദ പാരഗ്രാഫ് ഈസ് ടു പ്രസൻറ്റ് സപ്പോർട്ടിംഗ് ഐഡിയാസ്. കണ്ടെയ്ൻസ് എ ടോപ്പിക് സെൻറ്റൻസ് ടു പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഐഡിയ. ഒരു ടോപ്പിക് ഉണ്ടാവും അല്ലേ സപ്പോർട്ടിംഗ് ഐഡിയയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. സബ്സ്റ്റാൻഷിയേറ്റ് ഓർ എക്സ്പ്ലെയിൻ ദ സപ്പോർട്ടിംഗ് ഐഡിയ. അതാണ് സപ്പോർട്ടിംഗ് ഐഡിയനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യൽ സപ്പോർട്ടിംഗ് ഐഡിയയിലൂടെയാണ്. ഇൻഡിക്കേറ്റ് ട്രാൻസിഷൻ ടു ദ നെക്സ്റ്റ് ഐഡിയ. അപ്പോൾ ലാസ്റ്റ് എങ്ങനെയാണ്? അടുത്ത പാരഗ്രാഫിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്തയിലേക്ക് പോവുക അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ നോട്ടും കൂടെ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് റെഡി ആയിട്ട് മനസ്സിലാവും. പിന്നെ റൈറ്റിംഗ് കൺക്ലൂഡിങ് പാരഗ്രാഫ്. കൺക്ലൂഡിങ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാരഗ്രാഫാണ്, എസ്സേൻ്റെ ഫൈനൽ പാരഗ്രാഫാണ്, സമ്മപ്പാണ് എന്നൊക്കെ പറയാം അല്ലേ. യൂഷ്വലി ഓപ്പൺ വിത്ത് എ ട്രാൻസിഷണൽ വേർഡ് ലൈക്ക് കൺക്ലൂഡ്, ടു സമ്മപ്പ്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ്. ലാസ്റ്റ് പാരഗ്രാഫാണ്. എക്സ്പെക്റ്റഡ് ടു റീസ്റ്റേറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞൊക്കെ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യാണ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് അല്ലേ. സമ്മറൈസ് ദ പോയിൻറ്റ്സ് ത്രൂ വിച്ച് യു എക്സ്പ്ലെയിൻ യുവർ thesis statement in the body paragraph and finish your essay with concluding remark അല്ലേ. അപ്പോൾ യൂഷ്വലി ഓപ്പൺ വിത്ത് എ ട്രാൻസിഷണൽ വേർഡ് ഓർ ഫ്രേസ്, ടു കൺക്ലൂഡ് എന്നോ അല്ലെങ്കിൽ ടു സമ്മപ്പ് എന്നോ ഇൻ സമ്മറി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാവും കൺക്ലൂഡിങ് പാരഗ്രാഫ് തുടങ്ങുക. ഓക്കെ. രണ്ടാമത്തത് റിട്ടേൺസ് ടു ദ മെയിൻ പോയിന്റ് ഓഫ് ദി എസ്സേ ബൈ റീസ്റ്റേറ്റിംഗ് ഓർ റീഫ്രേസിംഗ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. വീണ്ടും ആദ്യം പറഞ്ഞതിലേക്കൊക്കെ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് വരും. അതാണ് റീഫ്രേസ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെ ഉണ്ടാവുക? ഇൻട്രൊഡക്ഷനിലാണ് ഉണ്ടാവുക. ആ ഇൻട്രൊഡക്ഷനിലെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ റീഫ്രേസ് ചെയ്യും, റീസ്റ്റേറ്റ് ചെയ്യും അല്ലേ. പക്ഷേ എന്ത് പാടില്ല? ഡസ് നോട്ട് ഇൻട്രൊഡ്യൂസ് എനി ന്യൂ ഐഡിയാസ്. പുതിയ ഐഡിയകളൊന്നും കൺക്ലൂഡിങ് പാരഗ്രാഫിൽ വരാൻ പാടില്ല അല്ലേ. അപ്പോൾ ഗിവ് എ ബ്രോഡ് കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ടു ഇൻഡിക്കേറ്റ് യുവർ വേർഡിക്റ്റ് ഓൺ ദ ഇഷ്യൂ, സ്കോപ്പ് ഫോർ ഫർദർ സ്റ്റഡീസ് ഓർ ലിമിറ്റേഷൻസ്, റെക്കമെൻഡേഷൻ ഓഫ് ദ സ്റ്റഡി. ഇതൊക്കെ
ഒക്കെ നമുക്ക് കൺക്ലൂഷനിൽ വെക്കാൻ പറ്റും. നമ്മുടെ എസ്സേൻ്റെ വേർഡിക്റ്റ് ഒക്കെ അതിലാണ് നമുക്ക് വെക്കാൻ പറ്റുക. റീഡ് ദ ഫോളോയിങ് സാമ്പിൾ കൺക്ലൂഷൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫങ്ഷൻ ഓഫ് ഈച്ച് സെൻറ്റൻസ്. പിന്നെ ടു കൺക്ലൂഡ് ഈസ് അപ്പാരൻറ്റ് ദാറ്റ് ദ സ്കിൽ ട്രെയിനിങ് ഓഫേർഡ് ടു സ്റ്റുഡൻസ് ആൻഡ് ടെർഷ്യറി. ഇത് ഒരു എക്സാമ്പിളാണ് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ഓർക്കാനായിട്ട് ഇതുവരെ പഠിച്ച ഈ ഒരു തേർഡ് പ്രോസസ് ഓഫ് റൈറ്റിങ്ങിൽ കുറച്ച് പോയിൻറ്റ്സ് റിമെമ്പർ ചെയ്യാനുള്ള. ദ മോസ്റ്റ് ഡെലിനിയേറ്റിംഗ് ഫീച്ചർ ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ 3 വേർഡ്സ്: ഫോർമൽ, ഒബ്ജക്റ്റീവ് ആൻഡ് ടെക്നിക്കൽ. ഇതാണ് ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഫീച്ചർ. Next, there are 3 major processes preceding the submission of academic assignment. They are pre-writing, writing and revising. ഇത് 2 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൂന്നാമത്തത്, although the stated reason of an academic assignment is purely academic or educational, it serves certain social, rhetorical and career related purposes as well. ഇതൊരു കളിക്കുണ്ടാക്കിയ സാധനമല്ല അല്ലേ. അക്കാഡമിക് റൈറ്റ്മെൻറ്റ് അക്കാഡമിക് ആയിരിക്കണം, എഡ്യൂക്കേഷണൽ ആയിരിക്കണം അല്ലേ. നെക്സ്റ്റ്, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഹു ഈസ് റൈറ്റിംഗ് ആൻഡ് വൈ ഈസ് ഇംപ്ലിസിറ്റ് ഇൻ ആൻ അക്കാഡമിക് റൈറ്റിംഗ്. ആർക്കാണ് എഴുതുന്നത്, ആരാണ് വായിക്കുന്നത് എന്നുള്ള നല്ല ഐഡിയ ഉണ്ടാവണം. ദ എഡ്യൂക്കേഷണൽ ലെവൽ ഓഫ് ദ ഓഡിയൻസ്, ദെയർ പ്രീ ഡിസ്പോസിഷൻസ് ഓൺ ദ ടോപ്പിക്, ദെയർ ഏജ്, എത്നിക് ഐഡൻറ്റിറ്റി ആൻഡ് ജെൻഡർ മേ ഓൾസോ ഇൻഫ്ലുവൻസ് യുവർ റൈറ്റിംഗ് സ്റ്റൈൽ ആൻഡ് കണ്ടൻറ്റ്. നമ്മളെ എഴുത്തിൻ്റെ രീതി നമ്മളെ ഓഡിയൻസിനെ, അവരുടെ മുൻ റിക്വസിറ്റ്സിനെ അല്ലേ, അവരുടെ ഏജിനെ, അവരുടെ എത്തിക്സിനെ ഒക്കെ ബാധിക്കും എന്നാണ് പറഞ്ഞത്. ഡിപ്പെൻഡിങ് ഓൺ യുവർ എവിഡൻസ് യു മേ റൈറ്റ് ടു ഇൻഫോം, ജസ്റ്റിഫൈ യുവർ സ്റ്റാൻഡ് ഓൺ എ ടോപ്പിക്, എഡ്യൂക്കേറ്റ് ദ ഓഡിയൻസ് ഓൺ എ സബ്ജക്റ്റ് ഓർ ടു പെർസ്വേഡ് യുവർ ഓഡിയൻസ് ടു തിങ്ക് ഓർ ആക്ട് ഇൻ ദ വേ യു വാണ്ട് ദം ടു തിങ്ക് ഓർ ആക്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. എഴുതുന്ന സമയത്ത് നമുക്ക് എന്താണോ അതിലൂടെ ഒരു ജസ്റ്റിഫിക്കേഷൻ നൽകണം, ഒരു ഇൻഫർമേഷൻ നൽകണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ അതിന് കിട്ടണം. ആൻ ഒബ്ജക്റ്റീവ് വോയിസ് ഈസ് പ്രിഫേർഡ് ഓവർ ദ പേഴ്സണൽ വോയിസ് ഇൻ ആൻ അക്കാഡമിക് റൈറ്റിംഗ്. എപ്പോഴും ഒബ്ജക്റ്റീവ് വോയിസ് ആണ് പ്രിഫർ ചെയ്യേണ്ടത് അല്ലേ. എപ്പോഴും നമ്മൾ ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ആൻ അക്കാഡമിക് പേപ്പർ ടു ബി ജെൻഡർ ന്യൂട്രൽ. എപ്പോഴും ജെൻഡർ ന്യൂട്രൽ ആവണം. ഐനോ, ഹീനോ, ഷീനോ ഉപയോഗിക്കാൻ പാടില്ല. തേർഡ് പേഴ്സൺ പ്ലൂറലാണ് എപ്പോഴും അതിനേറ്റവും സ്യൂട്ടബിൾ. പിന്നെ an academic essay is typically structured in 3 types of paragraph. അക്കാഡമിക് എസ്സേക്ക് എത്ര സ്ട്രക്ചർ, എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ? ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, മിനിമം ഓഫ് ബോഡി പാരഗ്രാഫ്, ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ്. The steps involved in writing an essay are the same as the steps in any other academic writing assignment: pre-writing, writing, revising. ഒരു റൈറ്റിംഗ് അക്കാദമിക് എസ്സേ എഴുതുമ്പോൾ അതിന് 3 സ്റ്റെപ്പാണുള്ളത്: പ്രീ റൈറ്റിങ്ങും, റൈറ്റിങ്ങും, റിവൈസിങ്ങും. പിന്നെ 10ാമത്തെ പോയിന്റ്, thesis statement holds together the different sections in an essay, usually introduced in the opening paragraph. A thesis statement allows the reader to know what the essay is about. ഒരു thesis സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ ഒരു ബാക്ക് ബോൺ thesis സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് പാരഗ്രാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക തീസീസിലാണ്. ആദ്യം നമുക്ക് മനസ്സിലാവും എന്തിനെക്കുറിച്ചാണ് എസ്സേ എന്നുള്ളത്. ഹൈലി ജഡ്ജ്മെൻ്റൽ, വാഗ്, ബ്രോഡ്, ഡോഗ്മാറ്റിക്, കാറ്റഗറിക്കൽ ആൻഡ് ഓവർസ്റ്റേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡു നോട്ട് ഫോം ഗുഡ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഹൈലി ജഡ്ജ്മെൻ്റ് ആയതും ക്ലിയർ അല്ലാത്തതും ഭയങ്കര ബ്രോഡായതൊന്നും ഒരിക്കലും തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടില്ല. നെക്സ്റ്റ്, evidence in an academic paper basically means the reason for holding the views expressed in the paper. അല്ലേ, ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ എവിഡൻസ് അല്ലേ, ബേസിക്കലി എന്ന് പറഞ്ഞാൽ റീസൺ ഹോൾഡിങ് ദ വ്യൂസ് എക്സ്പ്രസ്ഡ് ഇൻ ദ പേപ്പർ. ആ ഒരു പേപ്പറിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വ്യൂവിനനുസരിച്ചായിരിക്കും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു റിയലൈസ് റിലയബിൾ സോഴ്സസ് വൈൽ യൂസിങ് സെക്കൻഡറി സോഴ്സസ്. നമുക്കെപ്പോഴും റിലയബിൾ സോഴ്സ് മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. നമ്മൾ സെക്കൻഡറി സോഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അത് റിലയബിൾ ആവണം അല്ലേ, വിശ്വസിക്കാൻ പറ്റുന്നതാവണം. എ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഇൻവൈറ്റ്സ് ദ അറ്റൻഷൻ ഓഫ് ദ റീഡർ, ഗിവ്സ് വൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, പ്രസൻറ്റ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡ് ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്.
അതാണ് സിമ്പിൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നമ്മളെ റീഡറിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റും. നമ്മൾ ഇൻട്രൊഡക്ഷൻ നല്ല ഉഷാറാണെങ്കിൽ അതെന്താണ്, അതൊരു വൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതൊരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, നല്ലൊരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ റീഡറിനെ അട്രാക്റ്റ് ചെയ്യും. ദ പേർപ്പസ് ഓഫ് ദി പാരഗ്രാഫ് ഈസ് ടു പ്രസൻറ്റ് വൺ ഐഡിയ. യൂഷ്വലി ദർ ആർ 3 types of sentences in the body paragraph. അതാണ് അവിടെ 3 type of sentence ഉണ്ടാവും ബോഡി പാരഗ്രാഫിൽ എന്നാണ് ഉദ്ദേശിച്ചത്. കൺക്ലൂഡിങ് പാരഗ്രാഫ് റീസ്റ്റേറ്റ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, സമ്മറൈസ് ദ മെയിൻ പോയിൻറ്റ്സ് ഓർ പ്രിമൈസസ് ആൻഡ് ഗീവ്സ് എ കൺക്ലൂഡിങ് റിമാർക്ക്. അപ്പോൾ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ റീസ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു റിവിഷനാണ്, പാരഫ്രൈസ് ആണ് അല്ലേ, റീഫ്രൈസ് ആണ് അല്ലേ. തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് റീഫ്രൈസ് ചെയ്യാണ്, സമ്മറൈസ് ചെയ്യാണ്, മെയിൻ പോയിൻ്റ് ഒന്നും കൂടെ അല്ലേ, എന്നിട്ട് അതൊരു കൺക്ലൂഡിങ് റിമാർക്കോട് കൂടി ടു കൺക്ലൂഡ്, ടു സമ്മപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പ്രോസസ്സ് ഓഫ് റൈറ്റിങ്ങിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ നോട്ടും കൂടെ അയച്ച് തന്നു കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് എന്തൊക്കെ പഠിക്കേണ്ടതെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു വൺസ് അഗെയിൻ.